ഇന്ത്യൻ ആകാശ പ്രതിരോധത്തിന് ഇനിയും ശക്തി കൂടും. ഇതിനുവേണ്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പറക്കാനൊരുങ്ങുകയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കിയാണ് യാത്രാ ലക്ഷ്യം. പാകിസ്ഥാൻ വലിയ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇത്. വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തമായെങ്കിൽ മാത്രമേ അതിർത്തിക്കപ്പുറത്തേക്കുള്ള വെല്ലുവിളി ഇന്ത്യക്ക് നേരിടാൻ കഴിയൂ. S-400 വ്യോമ പ്രതിരോധത്തിന്റെ കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന വിളിപ്പേരുള്ള S-400. പാക് ഡ്രോണുകളെയും മിസൈലുകളെയും ഞൊടിയിടയിൽ തകർക്കുന്ന ഇന്ത്യയുടെ കവചം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ S-400 പ്രതിരോധ സംവിധാനം ഏറെ സഹായകരമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഈ വേഗത്തിൽ തന്നെ രാജ്യത്തിന് കൈമാറണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെടുക. 5 പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് കരാർ ഒപ്പിട്ടത്. ഇതിൽ 3 കിട്ടി. മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷൊയ്ഗുവിന്റെ അധ്യക്ഷതയിൽ മെയ് 27 മുതൽ 29 വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ 13ാമത് അന്താരാഷ്ട്ര യോഗത്തിൽ ഡോവൽ പങ്കെടുക്കും. 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറാൻ ബാക്കിയുള്ളത്. ഇത് എത്രയും വേഗം കൈമാറണമെന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക. $5.4 ബില്യൺ, അതായത് ഏകദേശം 35,000 കോടി രൂപ ചെലവിലാണ് 2018 S-400 ട്രൈംഫ് വ്യോമ പ്രതിരോധ സിസ്റ്റം യൂണിറ്റുകൾ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത്. ഈ വർഷം തന്നെ 4ാമത്തെ സ്ക്വാഡ്രൺ എത്തുമെന്നാണ് പ്രതീക്ഷ. റഷ്യ യുക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക്സ് വെല്ലുവിളികളും കാരണം 5ാമത്തെ സ്ക്വാഡ്രൺ 2026 ലഭിക്കുമെന്നാണ് വിവരം. ഇതും വേഗത്തിലാക്കാൻ ഇന്ത്യ ശ്രമിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 300-ലധികം പാക് ഡ്രോണുകൾ S-400 ഉപയോഗിച്ച് ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. ഇതിനൊപ്പം ഇന്ത്യൻ നിർമ്മിത ആകാശ പ്രതിരോധ സംവിധാനവും ഫലപ്രദമായി ഉപയോഗിച്ചു. ഇന്ന് ലോകത്ത് നിലവിലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. യുക്രൈനെതിരായ യുദ്ധത്തിലടക്കം റഷ്യ S-400 വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്.